ഹലോ, ലിയാഖത്ത് അലി ഭായി അല്ലേ? അതെ, തിരക്കിലാണോ? സംസാരിക്കാൻ പറ്റുമോ? പറഞ്ഞോളൂ. എന്താ പറയുന്നത്, നിങ്ങൾ കാരണം കുറെ ദിവസമായിട്ട് ഉറക്കം പോയ ഒരാളാണ് ഞാൻ. എന്തുപറ്റി? നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഉം, പിന്നെ നിങ്ങള് എന്താ പറയാ, ഇപ്പൊ ഒരു 6 മാസം മുമ്പ് വരെ ഞാൻ എല്ലാ കാര്യത്തിലും കറക്റ്റ് ആയിരുന്നു. നിസ്കാരത്തിലും ഉം, അങ്ങനെ ഒരു ഓർത്തഡോക്സ് ഫാമിലി പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ, ഉം, നല്ല രീതിയിൽ. അപ്പൊ ഇങ്ങനെ യാദൃശ്ചികമായിട്ട് നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണാനിടയായി. ഉം. ടോട്ടലി കൺഫ്യൂഷനും ഡിപ്രഷനും എല്ലാം കൂടി ഉറക്കമില്ലാത്തൊരു അതൊക്കെ അതിന്റെ ഭാഗമാണ്. നമ്മള് ചില കാര്യങ്ങള് മനസ്സിലാക്കുമ്പോഴേ കൺഫ്യൂഷൻ ഉണ്ടായാൽ നമ്മളത് അതിന്റെ ശരിയായ വശം എന്താണെന്ന് മനസ്സിലാക്കാൻ സ്വതന്ത്രമായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ നമ്മൾ ഞാൻ ഈ ഇതിന്റെ മുന്നേ ഡിപ്രഷനൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾക്ക് ചില സത്യങ്ങൾ മനസ്സിലായി വരുമ്പോ നമ്മൾ ഇത്രകാലം വിശ്വസിച്ചതൊക്കെ അബദ്ധമായിരുന്നു എന്ന് മനസ്സിലായി വരുന്നതിന്റെ ലക്ഷണമാണ് ഈ ഡിപ്രഷനും പ്രശ്നങ്ങളൊക്കെ. അതൊരു വിഡ്രോവൽ സിൻഡ്രം ആയിട്ട് കണ്ടാൽ മതി. ഞാൻ വിചാരിക്കുന്നേ, നിങ്ങൾക്കിപ്പോ ഉം. ഇങ്ങനൊക്കെ ഡിപ്രഷൻ വരുമ്പോ ഒരു 6 പോയിന്റ് അല്ലെങ്കിൽ 5-8 പോയിന്റ് ഇത് തെറ്റാണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലിപ്പം കൺഫ്യൂഷൻ ആണ്. ഇതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ, ആ നമ്മൾ തെറ്റായി കൺഫ്യൂഷന്റെ പോകുന്നുണ്ടോ? കാരണം ഇതാണെന്ന് നമ്മൾ ചെറിയ പ്രായം തൊട്ട് പഠിപ്പിച്ചതും ഇതിനെതിരായി വരുന്ന എല്ലാ ചിന്തകളും സംസാരവും തോന്നലുകളും എല്ലാം പിശാചിന്റെ പ്രവർത്തനമാണെന്ന് ചെറിയ പ്രായത്തിൽ നമ്മളുടെ സെൽഫ് ഉറക്കുന്നതിന് മുമ്പ് തലേക്ക് കുത്തിക്കയറ്റിയ സാധനമാണ്. അത് അതിനകത്ത് ഇപ്പോഴും വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഇടക്കിടക്ക് വീണ്ടും വീണ്ടും ഇതെങ്ങാനും ശരിയായാലോ, ഇത് നമ്മൾ തെറ്റായ മാർഗത്തിലാണോ എന്നൊക്കെ നമ്മളെ കൊണ്ട് ഇങ്ങനെ സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ കയറി കയറി വരുമ്പോഴും പിന്നെയും നമ്മളെ ഉള്ളിൽ നിന്ന് അത് പുറകോട്ട് വലിക്കുന്ന സാധനം ഈ സാധനമാണ്. അപ്പൊ അതാണ് അത് പ്രശ്നം. നമ്മളിപ്പോ ഇതിന്റെ സമയമെടുക്കും. മുന്നൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ, നമുക്ക് എന്ത് കാര്യത്തിലും ദൈവമുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചാല് ഒരിക്കലും ദൈവം പ്രാർത്ഥന കേട്ട് നമ്മളൊക്കെ ഒരു ലെവലിൽ എത്തിയിട്ടില്ല നമ്മളൊന്നും, ഞാനൊന്നും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുമ്പോ പഠിച്ചവനോട് പ്രാർത്ഥിച്ചാൽ ശരിയാവും, അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം അതുണ്ട്. പക്ഷെ അതൊക്കെ പോയി ഇപ്പോ ആ ശുഭാപ്തി വിശ്വാസം കൊണ്ട് എവിടെ എത്തൂല. ഞാൻ പറഞ്ഞത് ഇത് വിശ്വാസത്തിൽ നിന്ന് നമ്മൾ ഇത്ര കാലം എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം തെറ്റാണെന്ന് തോന്നി തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അത് ചെറിയ പ്രായത്തിൽ ഇത് എത്ര ആഴത്തിൽ കുത്തിക്കയറ്റിയിട്ടുണ്ടോ, മീൻസ് എത്ര ആഴത്തിൽ നിങ്ങളത് സ്വാധീനിച്ചിട്ടുണ്ടോ അത്രയും എന്താ പറയാ ഹാർഡായിരിക്കും ഇതിന്റെ എഫക്ട്. വിഡ്രോവൽ സിൻഡ്രോം അത്രയും ഉണ്ടാവും. ഞാനൊക്കെ ഒരു 3-4 വർഷം ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ടുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ കാര്യങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ്, ഈ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്കുള്ള ശരിക്കുള്ള സമാധാനം വരുന്നത്. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ശുഭാപ്തി വിശ്വാസം, എന്താണ് നമ്മളെ പ്രവർത്തനം, എങ്ങനെയാണ് നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. മറ്റത് തെറ്റായ ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷ വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അത് ആക്ച്വലി വർക്ക് ചെയ്യുന്ന സാധനമല്ല. ടൈം എടുക്കാൻ മീൻസ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് കൺഫേം ചെയ്യാൻ നിങ്ങൾ പഠനങ്ങൾ, അതായത് നിങ്ങളുടെ ഈ അൺലേൺ ചെയ്യാന്ന് പറഞ്ഞ പ്രോസസ്സ് ഭയങ്കര, നമ്മളുടെ ഒരു ശീലം അല്ലെങ്കിൽ നമ്മളുടെ ഒരു രീതി നമ്മൾ മാറ്റിയെടുക്കുന്നത് പോലെ തന്നെയാണ്, നമ്മുടെ ഒരു ദുശീലം മാറ്റിയെടുക്കുന്നത് പോലെ തന്നെയാണ് ഇതും. അപ്പൊ നമ്മുടെ ഇത് പറയും പിന്നെ എന്നെ പോലെ കുറെ ആളുകൾ ഉണ്ടാവും ഇങ്ങനെ പലതരം ഇങ്ങനെ നിങ്ങളെ വീഡിയോസ് ഒക്കെ കണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ആകെ ടെൻഷൻ അടിച്ചൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് തോന്നുമ്പോ ഒരു ഖുർആനിലും പിന്നെ അതുപോലെ സ്വഹീഹുൽ ബുഖാരിയിലൊക്കെ അതിൽ അങ്ങനെ അത്യാവശ്യം വാല്യൂഡ് ആയിട്ടുള്ള ഹദീസിൽ പറഞ്ഞൊരു 6-5 പോയിന്റ് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ നമുക്ക് നോക്കിയാണ്ട് അത് കറക്റ്റ് ആണ്. അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പറയാ. അങ്ങനെ നമ്മളിപ്പോ ഒരു 5-6 ആയത്ത് പിന്നെന്താ പറയാ എഴുതി വെച്ച് നോട്ട് ചെയ്ത് വെച്ച് അതന്നെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഓരോ കാര്യത്തിലും നമുക്ക് എവിടെയാണ് ഇപ്പൊ കൺഫ്യൂഷൻ വരുന്നത്, ആ കൺഫ്യൂഷൻ വരുന്ന സാധനത്തിന് ആ ഒരു ചിന്തയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഒരു കൺഫ്യൂഷൻ, ഇപ്പൊ വരുന്ന ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് തികട്ടി വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താന്ന് പറഞ്ഞാല് അത് നമുക്ക് ഇപ്പം ക്ലിയർ ചെയ്യാം എങ്ങനെയാന്നുള്ളത്. അതാണ് അതിന്റെ പ്രതിവിധി. അല്ല നമ്മളിത് ഇതിനു വേണ്ടി ഇനി വേറൊരു മുസാഫിന്റെ അല്ലെങ്കിൽ ഖുറാന്റെയോ ഹദീസിന്റെയോ സംഗ്രഹം ഉണ്ടാക്കി
അതും കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇതിന്റെ മുന്നേ ഇതുപോലെ സാക്കിർ നായികിന്റെ ഒക്കെ വീഡിയോ, അങ്ങനത്തെ വീഡിയോസ് ആണ് കൂടുതൽ കണ്ടിരുന്നത്. സാക്കിർ നായിക്, സെൻസാർ ലത്ത്. അപ്പൊ അവരുടെ ടൈമിൽ കൺവിൻസ്ഡ് ആയിരുന്നു, അവര് പറയുന്നൊക്കെ കൺവിൻസ്ഡ് ആയിരുന്നു. ചില അത് പോയിന്റ് വിശ്വാസിയായിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാത്തിലും കൺവിൻസ്ഡ് ആയിരിക്കും. അത് നമ്മള് പിന്നെ അംഗീകരിക്കുന്ന ഒരു ഫാക്ടിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നുന്ന, അതിനെ സാധൂകരിക്കുന്ന എന്ത് തെളിവും അല്ലെങ്കിൽ എന്ത് കാര്യം കേൾക്കുമ്പോഴും അത് നമുക്ക് തെളിവ് പിന്നെ വേറെ ആവശ്യമില്ല. തെളിവ് ആവശ്യം വരുന്നത് നമ്മളുടെ ബോധ്യത്തിന് അപ്പുറത്ത് നമ്മൾ വിചാരിച്ചു വെച്ചതിന് ഓപ്പോസിറ്റ് ഒരു കാര്യം കേൾക്കുമ്പോഴാണ് നമുക്ക് സംശയം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഉസ്താദ് പറയാണ് ഖുർആനില് ഇപ്പൊ രണ്ടെണ്ണത്തിന് എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അയാൾ പറയുന്ന എല്ലാ ആനിമൽസും എല്ലാവരും അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ പോയിന്റ് എനിക്ക് അന്നും കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അയാൾ പറയുന്ന വേറൊരു പോയിന്റ് ആണ്, പിന്നെ അയാള് മുസ്ലിം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തും ആവാം, അയാൾക്ക് വേണമെങ്കിൽ റോബറി നടത്താം, അയാൾക്ക് വേണമെങ്കിൽ ഒരാളെ കൊല്ലാം, പൈസ ഉണ്ടെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി പോരാ, പൈസ ഉണ്ടെങ്കിൽ ഒരു കോടതിയിലും കയറാതെ ഇറങ്ങി പോരാന്നുള്ള പോയിന്റ് ഉണ്ട്. അതൊന്നും കറക്റ്റ് അല്ല. അപ്പൊ വേറെ ലോനൊന്നും ഇപ്പൊ അങ്ങനെ എല്ലാരും ഇപ്പൊ വിശ്വാസപ്പെട്ട ആൾക്കാരൊന്നുമല്ലല്ലോ, എല്ലാരും ഇപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത്, അതൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്താ വെച്ചാല് നിങ്ങളുടെ യാഥാർത്ഥ്യം അതല്ലാന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതൊക്കെ നിങ്ങളുടെ ബോധ്യത്തിനെതിരായി അയാള് വാദങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ ഡൗട്ട് വരുന്നത്. അതേപോലെ തന്നെയാണ് വിശ്വാസത്തിലും. ഇതേപോലെ വിശ്വാസ സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഡൗട്ട്, കൺഫ്യൂഷൻ ഇടയ്ക്ക് വരാറുള്ളതുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു സാമ്പിൾ നോക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ആ മെത്തേഡാണ്. ഇപ്പൊ അതിനിടക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ വീഡിയോസ് കണ്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ജബ്ബാർ മാഷിന്റെ ഒരു വീഡിയോ കണ്ടു, പ്രപഞ്ചത്തെ പറ്റിയാണ്ട് ഒരു വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. കാരണം ഇവിടുന്ന് നമ്മള് ഭൂമി മൊത്തം ചുറ്റിക്കറങ്ങി എത്ര ദിവസം പിടിക്കും തിരിച്ച് ഇവിടെ എത്താനെന്നുള്ള, അങ്ങനെ പോയി സൗരയൂഥം കഴിഞ്ഞ് അങ്ങനെ പല ഇതിലേക്ക് പോകുന്നുണ്ട് ആ റൂട്ട്. അതൊക്കെ കഴിഞ്ഞ് അത്രത്തോളം വലിയൊരു പ്രപഞ്ചം, അതൊക്കെ കഴിഞ്ഞാണ്ടാണ് നബിന്റെയും പിന്നെ സൈനബ കല്യാണം കഴിഞ്ഞിട്ടൊരു ഹദീസ് ഇറങ്ങുന്നുണ്ടല്ലോ, അവിടെയുള്ള ആൾക്കാരെ നബിക്ക് പറയാൻ മടിയുണ്ടാവും പക്ഷെ അള്ളാഹിന് പറയാൻ മടിയില്ല എന്ന് പറഞ്ഞ ആയത്ത്. അതുപോലെ വേറെ ഇത് വരുന്നുണ്ട്, പിന്നെ ഈ മാരിയത്തുൽ ഖിബ്തിയ, ഹഫ്സ, അവിടെയും കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഒരു ഹദീസ് ഇറങ്ങുന്നുണ്ട്. അതുപോലെ ഒരു യുദ്ധം കഴിഞ്ഞ് പിന്നെ സഹാബികൾക്കൊരു ഡൗട്ട്, അടിമകള് അവർക്ക് ഹസ്ബൻഡുള്ള അടിമകൾ അവരോട് അതും കൂടിയാണ് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ മതത്തിലെ ദൈവങ്ങളൊക്കെ ഏറ്റവും ചെറിയൊരു ദൈവമായിട്ടാണ് ഞാൻ, പിന്നെ എനിക്ക് അത്രയും വലിയൊരു ദൈവമായിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും വലിയൊരു പ്രപഞ്ചം സൃഷ്ടിച്ച ഭൂമി എന്ന് പറയുമ്പോ ഒന്നുമില്ല പ്രപഞ്ചത്തിൽ നോക്കുകയാണെങ്കിൽ, ചെറിയൊരു പോയിന്റ്. അപ്പൊ അത്രയും വലിയൊരു ദൈവം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അവിടുത്തെ തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടു നോക്കി നിൽക്കുകയാണെന്ന് പറയുമ്പോ തന്നെ ചെറിയ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ആ പരിസരത്ത് നടക്കുന്ന കാര്യങ്ങളും അല്ലേ. അതും ഈ ആയത്തൊക്കെ ഇറങ്ങുമ്പോ പിന്നെ ആർക്കും വേറൊരാള് അത് കാണണം കേൾക്കണമെന്നില്ലല്ലോ, അശരീരി കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ ആള് പറയുന്നതല്ലാത്ത വേറെ തെളിവൊന്നുമില്ലല്ലോ. ആളാണ് പറയല്ലോ. ഇപ്പൊ അതിപ്പോ ആർക്കും പറയാവുന്ന കാര്യമാണ്. അത് മാത്രല്ല ആ കാലഘട്ടത്തില് മുഹമ്മദ് നബിനെ പോലെ അവകാശവാദം ഉന്നയിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ മാലാഖ വന്നു, ദൈവത്തിന്റെ പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് മുഹമ്മദ് നബിയുടെ മരണശേഷം അബൂബക്കറിന്റെ ആദ്യത്തെ ദൗത്യം, മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന കുറെ ആൾക്കാര് നബി മരിച്ചപ്പോ അടുത്ത നബിന്റെ അടുത്ത് തേടിപ്പോയി. മുസൈലിമ എന്നാണ് ആളുടെ പേര്. മുസൈലിമത്തുൽ കദ്ദാബ് നമ്മള് പിന്നെ പഠിച്ചിട്ടുണ്ടാവും മദ്രസയിലൊക്കെ. അത് പ്രവാചകനാണെന്ന് പറഞ്ഞാണ്ടാണ്. അതെ, അയാള് ദേവാലി പ്രവചനം നടത്തും, ആകാശത്തുനിന്ന് സാധനം വരും, പറയും, ഉപദേശങ്ങൾ കൊടുക്കും. പിന്നെ നബിന്റെ ചരിത്രമാണ്. ഇത്രത്തോളം ഒരു ദൈവദൂതന് നമ്മളിപ്പോ നബിനെ കണ്ടിട്ടൊന്നുമില്ല, അങ്ങോട്ട് നബിനെ എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ അവിടെയുള്ള ആൾക്കാരെ നോക്കണ്ട, സ്വന്തം പെണ്ണുങ്ങളൊക്കെ വൈഫുകളൊക്കെ ഡൗട്ടല്ല, എല്ലാരും ഉണ്ട്. ഞാൻ പറഞ്ഞത് അതൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടില് എത്രയോ സ്വാമിമാരെ പിന്നാലെ എത്രയോ ഭക്തജനങ്ങൾ കൂടുന്നു. വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ സ്വാമിമാരെ മഠത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും ഇവരുടെ ദൈവികതയ്ക്കുള്ള തെളിവല്ല. അപ്പൊ ഒരാള് ഒരു പർട്ടിക്കുലർ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ആശയം പറയുമ്പോൾ അതിനോട് ആകൃഷ്ടരാകുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് കുറച്ച് പേരുണ്ടാവും, വളരെ ന്യൂനപക്ഷം. അത് വിട്ട് അവര് അധികാര കേന്ദ്രമായി മാറുന്നു, ഒരു സാമ്പത്തിക ശക്തിയായി മാറുന്നു, ഒരു വലിയ ഗോത്രമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടും.
അതിലൊന്നും ദൈവികതയുടെ ഒരു അംശമില്ല. ഞാൻ ഇപ്പൊ നിങ്ങൾ ഈ ഇതിപ്പോ എന്താന്നോ 424ന്റെ കൂടെ നിങ്ങള് കൂട്ടി വായിക്കേണ്ട ഒരു ഖുർആൻ വചനാണ് 33:50. അഹ്സാബിൽ 50ാമത്തെ വചനം അതിന് പറയുന്നത് മാത്രം മതി. അതിലാണ് ഈ നബിക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ നബിക്ക് ആ അനുവദിക്കപ്പെട്ട അത് സ്ത്രീകളുടെ ഞാൻ ലിസ്റ്റ് നോക്കിയിട്ടുണ്ട്. പറയുന്നത്. ആ ആ, അതിലൊരൊറ്റ അതിൽ നബിന്റെ ആ ആയത്തിൽ ഒരു വാക്കുണ്ട്. അതായത് ഇത് സത്യവിശ്വാസികളെ കൂടാതെ പ്രവാചകന് വേണ്ടി മാത്രമുള്ളതാണെന്നും പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണെന്നുള്ളതും അതിലുണ്ട്. അത് ഞാൻ ഈ വായിച്ചിട്ടുണ്ട്. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ അടിമകള് അതല്ല എന്നെ കൂടുതൽ പ്രശ്നമാക്കിയത്. അടിമകളെ ഭോഗിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ആയത്ത്, ഉം അതും എന്നോട് സംബന്ധിച്ചായിട്ടുള്ള അതെ, അതെന്നെ ഭാര്യമാര് അത് വളരെ 4:24. അതെന്നെ വളരെ ടെൻഷൻ അടിപ്പിച്ചു. കാരണം നമ്മളൊരു സ്ത്രീകളെ മുഖത്ത് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ അത് ഹദീസിലേക്ക് നോക്കിയാൽ ഇതിപ്പോ ഹദീസിലാണ്. അതിനേക്കാളും കൂടുതൽ കുറെ സാധനങ്ങളുണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇപ്പൊ ഇബ്നു സഅദിന്റെ തബക്കാത്തുൽ കബീർ ഒക്കെ അല്ലെങ്കിൽ തബക്കാത്തുൽ കുബ്ര എന്നൊക്കെ പറയും, അതൊക്കെ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്ത്രീകളെ കുറിച്ച് പരാമർശിക്കപ്പെടുകയും അവർക്ക് വില പറയുകയും മീൻസ് മഹർ എന്നാണ് ഇവര് ബുക്കിൽ പിന്നീട് എഴുതുക. അപ്പോ എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ഉറപ്പാവുകയാണെങ്കിൽ ആ സ്ത്രീനെ കൊണ്ടുവരാൻ ആളെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളുണ്ട്, ഒന്നും രണ്ടും അല്ല. അപ്പൊ ഇത് അതിലൊക്കെ വായിക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ സ്ത്രീകളെ കുറിച്ച്, മുഹമ്മദ് നബിയുടെ സ്ത്രീകൾ എന്ന് തന്നെയാണ് തോന്നുന്നു അതിന്റെ പേര്. അതില് അങ്ങനെ ഒരു ബാബൻ ഉണ്ട്, ഒരു അധ്യായം തന്നെ ഉണ്ട്. അപ്പൊ അതിൽ 1, 2, 3, 4, 5 ഒന്നും അല്ല, അങ്ങനെ ഉണ്ട് ഇഷ്ടം പോലെ. ദൈവത്തെ ഒരു ചെറിയ ഇതായിട്ട് കാണുമ്പോഴാണ് ഈ പ്രശ്നം. കാരണം ഇത്രയും ഇതൊക്കെ ഉണ്ടാക്കി ദൈവം എന്തായാലും ഒരു ദൂതനെ ഇറക്കുമ്പോ അതിലൊരു കുഴപ്പമില്ലാത്ത എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു ദൂതനത്തിനുള്ള ഇറക്കുക എന്നുള്ളൊരു വിശ്വാസം അതിന് ആ ദൈവം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിലെ ദൈവം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ മുഹമ്മദ് നബി, അത്രേ ഉള്ളൂ. മുഹമ്മദ് നബിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു മുഹമ്മദ് നബിയാണ്. പിന്നെയുള്ള പ്രശ്നമാണ് ഇബ്ലീസിന്റെ കാര്യം. ഇബ്ലീസ് എന്തായാലും ഇപ്പൊ അള്ളാനെ കണ്ട വ്യക്തിയാണല്ലോ. അള്ളാനെ കണ്ടു. അപ്പൊ ഇബ്ലീസ് അങ്ങനെ ഇബ്ലീസിനെ അറിയാം സ്വർഗവും നരകവും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരാള് ധിക്കരിക്കൂലല്ലോ. ധിക്കരിക്കൂല. അതാണ് ഞാൻ പിന്നെ അതൊരു പോയിന്റ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, നമ്മളുടെയൊക്കെ പൈശാചികമായിട്ടുള്ള ചിന്തകളുടെ പ്രേരണ ഇബ്ലീസാണ്. അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന് ഇബ്ലീസിനെ പഴപ്പിച്ചത് ആരാണിപ്പോ? അവിടെ അങ്ങനെ ഒരു റോൾ ഉണ്ടല്ലോ, അവിടെ വേറെ പഴപ്പിക്കാൻ വേറൊരാളുണ്ടല്ലോ. ഉണ്ടല്ലോ. നമ്മൾ അള്ളാഹിന്റെ തീരുമാനപ്രകാരമാണ് ഓരോ ആളുകളുടെയും ചിന്തകൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇബ്ലീസിനോട് ആ നിഷേധ ചിന്ത ഇത് നേരിട്ട് കണ്ട്, ഇപ്പൊ നമ്മളുടെ അള്ള ഉണ്ട്, നബി ഉണ്ട്, നബി അള്ളാഹിന്റെ റസൂലാണെന്നൊക്കെ തെളിവ് കിട്ടിയാൽ ഇതൊക്കെ ആരെങ്കിലും നിഷേധിക്കുവോ? ഒരാളുടെ ബോധ്യത്തെ അവനവൻ നിഷേധിക്കൂലല്ലോ. അതാണ് ഞാൻ ആ പോയിന്റ് പറഞ്ഞു. ഇബ്ലീസിനെ ഇപ്പൊ അള്ളാനെ കണ്ട വ്യക്തിയല്ലേ, ഇബ്ലീസിനെ അറിയാലോ പിന്നെ നരകം സ്വർഗം ഉണ്ട്. എങ്ങനെ ഇപ്പൊ ആൾക്കാരെ പ്രയത്നിക്കാൻ നടക്കൂലല്ലോ. അതെ, അവനവന്റെ ബോധ്യങ്ങളെ ആരും നിഷേധിക്കൂലല്ലോ. പിന്നെ അള്ളാനെ ധിക്കരിച്ച് നടക്കുക എന്ന് പറഞ്ഞാല് അതും വലിയൊരു ഇതാണല്ലോ. അള്ളാഹ് അത്രയും വലിയൊരാളാണ്. ആ അള്ളാനെ ധിക്കരിച്ച് ഇബ്ലീസ് അങ്ങനെ നടക്കുന്നു. ധിക്കരിച്ചിട്ടല്ല, അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ഇബ്ലീസ്, എനിക്ക് മനുഷ്യന്മാരെ പഴപ്പിക്കാൻ അവസരം തരണത്, അനുവാദം തരണത്. അപ്പൊ അള്ളാഹ് പറയണ അന്ന് എടുത്തോ, കൊണ്ടേക്കോ. എന്നിട്ട് ഭൂമിയിൽ എന്റെ പോയിന്റ്, ഞാൻ ഒരുപാട് ഈ കഥയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, സുജൂദ് ചെയ്യാത്തതിനാണല്ലോ ഇബ്ലീസ് എന്നെ പഴപ്പിക്കുന്നത്, അല്ല ഇബ്ലീസ് എന്നെ പുറത്താക്കുന്നത്. സ്വർഗത്തുനിന്ന് പുറത്താക്കുന്ന ഇബ്ലീസ് അള്ളാഹിനോട് ചോദിക്കുന്നത് മനുഷ്യരെ ഭൂമിയിൽ പഴപ്പിക്കാനുള്ള അനുവാദമാണ്. ഈ ആദം നബി ഭൂമിയിൽ നിന്ന് സ്വർഗത്തു നിന്ന് ഭൂമിയിലേക്ക് എത്തുന്നത് എങ്ങനെയാ ഇബ്ലീസിന് മനസ്സിലായത്? ഇബ്ലീസിനെ മീൻസ് പുറത്താക്കിയ ഇബ്ലീസ് എങ്ങനെ പിന്നെ അവ്വാബിനെ പഴപ്പിക്കാൻ വേണ്ടി വീണ്ടും സ്വർഗത്തിൽ എത്തിയത്? അങ്ങനെ കുറെ ചിന്തിക്കുമ്പോ കുറെ പോയിന്റുകൾ ഉണ്ട്. എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം എന്ന് പറഞ്ഞ പോലെയാണിത്. നമ്മള് 5-6 ആയത്തൊന്നും തെരഞ്ഞു വെക്കണ്ടാരാ. ഇതൊക്കെ കണക്റ്റഡ് ആവണ ഇത്രയും വിശ്വാസികൾ എങ്ങനെ ഇതിൽ വന്നു. പിന്നെ അത് ഈ സ്റ്റോറി ഒക്കെ ഉണ്ടല്ലോ ആദം നബി മുതൽ. അത് ഞാൻ പറഞ്ഞുതരാം, 2 കാര്യങ്ങളും പറഞ്ഞുതരാം. ഒന്ന്, എത്ര ആളുകൾ ഇതിൽ വന്നു എന്നുള്ളതിന് ഒരു അത്ഭുതമില്ല. ഇപ്പൊ നോർത്ത് കൊറിയയിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും കിം ജോങ് ഉന്നിന്റെ ആരാധകരാണ്. അതൊരു 4 അല്ല, മതവിശ്വാസികളല്ല. അത് നോർത്ത് കൊറിയയിലെ കിം ജോങ് ഉൻ ഉണ്ടല്ലോ,
അല്ല അറിയാം, ആ അയാളെ അറിയാം. പക്ഷെ അവിടെ അവര് മതം വിശ്വസിക്കുന്നില്ലേ? അവര് മതവിശ്വാസികളല്ലല്ലോ, അല്ലെന്നാണ് എന്റെ അറിവ് അവിടെ കേട്ടോ. എല്ലാരും അവിടെ ഇനി ഇപ്പൊ ഈ അവിടെ പള്ളികളുണ്ടോ എന്തെങ്കിലും അവിടെ? ഇനിയിപ്പോ ഒരു മതം ഉണ്ടെങ്കിലും അവിടുത്തെ പ്രധാനപ്പെട്ട ദൈവം അല്ലെങ്കിൽ പ്രവാചകൻ കിം ജോങ് ഉന്നാണ്. കിം ജോങ് ഉന്നാണ് അവിടെ പറയാ എങ്ങനെ മുടി വെട്ടണം. ഉം. അപ്പൊ ആൺകുട്ടികളെ മുടി വെട്ടാൻ 5 6 പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, ഡിസൈൻ. അതേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അപ്പൊ അയാള് വീണ്ടും ഭരണത്തിലോ, അയാള് വീണ്ടും വിജയിച്ചു എന്നൊക്കെ ആ പറഞ്ഞപ്പോ അവിടെ അതാ ഞാൻ പറഞ്ഞത്, ജനാധിപത്യം അത് അല്ലേ? അപ്പൊ അയാൾ അയാൾ തന്നെയല്ലേ വിജയിച്ചു. ഇലക്ഷൻ, അയാൾ തന്നെയല്ലേ ചെയ്യുള്ളൂ. അപ്പൊ അതേപോലത്തെ ഒരു അധികാര സ്ഥാപനത്തില് ഒരു ജനതയെ ഇങ്ങനെ കണ്ടീഷൻ ചെയ്യണം. അവിടെ ജനിച്ചു വീഴുന്ന കുട്ടികളെ അതിനനുസരിച്ച് കണ്ടീഷൻ ചെയ്തെടുത്താലേ ആ തലമുറയിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ ചില ദൈവകഥകളുടെ മാത്രം പിൻബലം മതി. ഒരു കിം ജോങ് ഉന്നും പിന്നെ ഒരു കിതാബും ഉണ്ടെങ്കിൽ എത്ര തലമുറയിലും ഇത് പടർന്നു കൊടുക്കാൻ പറ്റും. കാരണം ഇത് വളരെ ചെറിയ പ്രായം തൊട്ട് നമ്മളെ കണ്ടീഷൻ ചെയ്യിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മളെ വാപ്പാനും ഉമ്മാനേക്കാളും നബീനെ സ്നേഹിക്കണം എന്ന് നമ്മളെ മുമ്പിൽ ഒരു ആ അതാ ഞാൻ ബാധ്യതയായിട്ടുണ്ടായിരുന്നതല്ലേ. പറഞ്ഞത്. നിങ്ങളിപ്പോ ഞാനൊരു 10ാം വയസ്സിലൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം അള്ളാനെയും നബിനെയും പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? ബാപ്പാനെയും ഉമ്മാനെയൊക്കെ പറയുള്ളൂ. വാസ്തവത്തിൽ നമുക്ക് ഇവർ ആരാന്ന് പോലും അറിഞ്ഞിട്ടല്ലല്ലോ. ഇതെന്താണ് ഉം. ആരാണെന്ന് അറിയുന്നതിന് മുൻപാണ് നമ്മൾ ആ ഇഷ്ടം അവിടെ സ്ഥാപിക്കുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടവരാണ്. അങ്ങനെയാണ് ഈ മതം നിലനിൽക്കുന്നത്. ഇതെങ്ങനെ വളർന്നത്? 13 കൊല്ലം ഈ ആശയം പ്രചരിപ്പിച്ചതിന് ശേഷം ആകെ ഇപ്പൊ ഉണ്ടായിരുന്ന നിങ്ങൾ പറയണ്ടല്ലോ 150 താഴെ നബി ആളാണ്. വരുന്നതിന് മുന്നേ അവിടെ ഒരു പിന്നെ ഇസ്ലാം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ലേ? ആ അത് കറക്റ്റ് ആണോ? അവിടെയല്ല, എവിടെ ഉണ്ടായിട്ടില്ല. മുഹമ്മദ് നബി പറഞ്ഞ അപ്പോ പിന്നെ കഥയല്ലാത്ത ഒരു തെളിവ്. ഈ ആദം നബി എന്നൊക്കെ പറയണത് തോറയിലുള്ള കഥാപാത്രങ്ങളാണ്. ഇപ്പൊ ലൂത്ത് നബി എന്നൊന്നും തോറയിലെ ലോത്തൊന്നും ഒരു പ്രവാചകൻ പോലും അല്ല. അതിലെ പ്രധാനപ്പെട്ട അല്ല, ഈ കഥാപാത്രങ്ങളെയൊക്കെ കണക്ട് ഈ ചെയ്തിട്ട് ഇവരൊക്കെ പ്രവാചകൻ. വ്യക്തിത്വം ഉണ്ടായിരുന്നോ? എങ്ങനെ? വ്യക്തിത്വം ഉണ്ടായിരുന്നോ ഏത്? ഈ പറയുന്ന ആദം നബി, ഇല്ല, ഇബ്രാഹിം ഇതൊക്കെ നബി, അവരൊക്കെ കഥയാണ്. ആ ഉണ്ടായിരുന്നോ? കഥയാണ് ഇവരെടുത്തത്. ആദം നബി എന്നൊരു അല്ല, മനുഷ്യൻ അവരും അപ്പൊ നിങ്ങൾ പറയുന്ന അങ്ങനത്തെ ഒരു അവരൊന്നും എക്സിസ്റ്റൻസ് ഇല്ല. ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല? ഏ ഇല്ല അവരൊന്നും ഇല്ല. ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല? അങ്ങനൊന്നും ആളുകൾ ജീവിച്ചിരുന്നതിന് യാതൊരു തെളിവില്ല. അങ്ങനെയൊന്നും അല്ല മനുഷ്യകുലം ഉണ്ടായി വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ട് ഈ ഒമാനിലെ അയ്യൂബ് നബിന്റെ ഖബറുണ്ട് എന്നാണ് പറഞ്ഞത്. അന്ന് കുഴിച്ചു നോക്കിയാ അറിയാം വിവരം. ആദം നബിന്റെ ഖബർ രണ്ടിടത്തെങ്ങാനുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കഥ മെനയല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ഒരാളുടെ ഇതൊക്കെ ഒരു കഥ മെനഞ്ഞിട്ട് അയാളുടെ ഒരു ഖബർസ്ഥാൻ ഇപ്പൊ ഉണ്ടാക്കാൻ എന്താ പണി? ഇതൊക്കെ കണക്റ്റഡ് ആണല്ലോ. പിന്നെ അയ്യൂബ് നബി, ആദം നബി എന്നല്ല ഞാൻ പറയുന്നത്. ഇബ്രാഹിം നബിയും യേശു അവരൊക്കെ ഒരു കണക്ട് തന്നെയല്ലേ ഈ ഈ സമയത്തൊക്കെ? കണക്ഷൻ എവിടുന്നുള്ള ഇവിടെ കണക്ഷനാണ്? ഈ തോറയിലുള്ള കഥ മാത്രമേ ഉള്ളൂ, വേറെന്താ കണക്ഷൻ? ഇപ്പൊ മുഹമ്മദ് നബിന്റെ ഖബർ പിന്നെ ഇവിടെ ഉണ്ട്, മക്കയിലുണ്ട്. ആ അത്രേ ഉള്ളൂ. അതുപോലെ ഓരോ ആൾക്കാർ മുഹമ്മദ് അങ്ങനെ നമുക്ക് എത്ര പുറകിലോട്ട് വേണമെങ്കിലും, ഇപ്പൊ ആദം നബിക്ക് ഒരു വാപ്പ ഉണ്ടായിരുന്നു, ആ വാപ്പ എന്നോടത്തായിരുന്നു ഖബർ മനുഷ്യർക്ക് വിചാരിച്ചാല് സങ്കല്പിച്ചെടുക്കാനും അതിനെ ആ ഖബർ പോലെ ആക്കിയെടുക്കാൻ എത്ര സമയം വേണം? നമ്മളെ അല്ല നാട്ടില് ജാറം പൊന്നുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു, അത് നിങ്ങൾക്കറിയോ? ഇപ്പോഴും വിചാരം പലയിടത്തും ഇപ്പൊ പിന്നെ ഈ പൊക്കുകയാണെന്ന് പിന്നെ എല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ ജാറം പൊങ്ങായിരുന്നു. ഓക്കെ. മനസ്സിലായോ? അങ്ങനെ പൊങ്ങിയ ഖബറുകളാണ് ഇതൊക്കെ. അത് ഈ കിതാബിലുള്ള കഥകള്, ഈ കഥയിൽ പറയപ്പെടുന്ന ഈ കഥകൾ രൂപപ്പെട്ട പ്രദേശം, ആ പ്രദേശത്തിന്റെ പ്രകൃതി, ആ പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകള്, കാലാവസ്ഥ, ഇതൊക്കെ ഈ കഥയിലുണ്ടാവും. അപ്പൊ ആ കഥയിൽ നിന്ന് കിട്ടുന്ന ചില സാങ്കല്പികമായിട്ടുള്ള സ്ഥലങ്ങള് വെച്ചിട്ട് അവിടെ ആദം അല്ല, നബിയുടെ ഞാൻ ഖബർ കണ്ടെത്തും, സയൻസിന്റെ കാൽപ്പാടം വീഡിയോസ് ഒക്കെ കണ്ടെത്തും. കാണാറുണ്ട്. പിന്നെ സയൻസിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ ആദ്യം ചിന്തിച്ചിരുന്നു, അപ്പൊ ഇതിലെവിടെ പോയി ആദം നബിയും ഇവരൊക്കെ? കാരണം മനുഷ്യപരിണാമം കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ കൺവിൻസ്ഡ് ആണ്, കറക്റ്റും ആണല്ലോ. അതില് കൊറേയൊക്കെ കറക്റ്റ് ആണ്. അതിലെവിടെ ആദം നബി? അത് ഞാൻ ചിന്തിച്ചിരുന്നു. ഈ ആദം നബിയുടെ കഥ എന്താണ്? തോറയിലുള്ള ഉൽപ്പത്തി കഥകൾ തോറയിൽ നിന്നാണ് മുഹമ്മദ് നബി ചൂണ്ടിയിട്ടുള്ളത്. ഉൽപ്പത്തി കഥകള്, സോഷ്യൽ നിയമങ്ങൾ, ഇപ്പൊ മദീനയിൽ ചെന്നിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ നിയമങ്ങള്, അത് ഇവിടുന്ന് ഇപ്പുറത്തുനിന്നാണ്. അതായത് ഈജിപ്ഷ്യൻ കോഡ്, ഹമ്മറാബി കോഡിൽ നിന്നും അങ്ങനെയുള്ള നിയമങ്ങളിൽ നിന്നാണ്. പിന്നെ തോറയിൽ തന്നെ ചില യുദ്ധ നിയമങ്ങളൊക്കെ അതിൽ നിന്നും ചൂണ്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കുറെ നിയമങ്ങൾ, ഇപ്പം ഉമ്മു വലത് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ഹമ്മറാബി കോഡിൽ നിന്ന് ചൂണ്ടിയതാണ്. ഹമ്മറാബി തന്നെയാണ് എൻ്റെ ഓർമ്മ. ഈജിപ്ഷ്യൻ കോഡുകളിൽ നിന്നാണ്. അങ്ങനെ കുറെ. അത് മാത്രമല്ല, ഇപ്പൊ ഈ കഥകള്, ഇപ്പം എന്താ പറയാ, തുലാസ്, മീസാൻ എന്ന തുലാസ്, അതൊക്കെ പുരാതന ഈജിപ്ഷ്യൻ കഥയിലുള്ളതാണ്.
സൊറാസ്ട്രിയൻ കഥയിലുള്ളതാണ് ഈ പാലം. സിറാത്ത് പാലം അല്ലേ? ആ, സിറാത്ത് പാലം സൊറാസ്ട്രിയനിലുള്ളതാണ്. അപ്പൊ ഇതെല്ലാം പലയിടത്തു നിന്നായിട്ട് കിട്ടിയ കഥകളെ അവനവന്റെ മതത്തിന് അല്ലെങ്കിൽ അവനവൻ ഉണ്ടാക്കുന്ന ഒരു സങ്കല്പത്തിനനുസരിച്ച് അതിന്റെ പേരും നാളും ഒക്കെ മാറ്റി സങ്കല്പിച്ചെടുത്താണ്. അപ്പൊ ഉദാഹരണത്തിന് അതിൽ ആവശ്യമായിട്ടുള്ള തിരുത്തലുകളും വരുത്തിയിട്ടുണ്ട്. അതായത് പുള്ളിയുടെ കഥ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പുള്ളി ചെറിയ തിരുത്തലുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് എബ്രഹാം മകനെ അറക്കാൻ കൊണ്ടുപോകുന്നത് ഇസ്ഹാക്കിനെയാണ് ബൈബിൾ കഥയിൽ. ഇസ്ലാമിലെത്തിയപ്പോഴോ ഇസ്മായിലിനല്ലേ? ഇസ്മായില് അടിമ സ്ത്രീയിലുണ്ടായതല്ലേ? ആയിക്കോട്ടെ, അതിനെന്താ, ആയിക്കോട്ടെ, അതിനെന്താ. അല്ല ഞാൻ പറയാ, അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് അതെന്തോ അതിന്റെ ആവശ്യം എന്തായിരുന്നു പറഞ്ഞുതരാ. അതായത് പ്രാദേശികമായിട്ട് ഈ ബൈബിൾ കഥ അനുസരിച്ച്, ബൈബിൾ കഥയും തോറയും അനുസരിച്ചിട്ട്, ആ കഥയിൽ അനുസരിച്ചിട്ട് ഇസ്മായിലി പരമ്പരയിലുള്ള ആളുകളാണ് അറബികൾ എന്നാണ് ആ കാലഘട്ടത്തിലുള്ള ജൂതന്മാരും അവിടുത്തെ ക്രിസ്ത്യാനികളുടെ ഒക്കെ ഒരു വിശ്വാസം. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ടും ആ ജനതയുടെ പൂർവ്വപിതാക്കന്മാർ ഇസ്മായിലാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ വിശ്വസിക്കപ്പെട്ടിട്ടുണ്ടാവാം. ഏറ്റവും ചുരുങ്ങിയത് ഇയാള് സംസാരിക്കാൻ പോകുന്ന ഈ പറയപ്പെടുന്ന ആളുകളുടെ, അതായത് നമ്മുടെ ഈ ജൂതന്മാര് ക്രിസ്ത്യാനികളെയൊക്കെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അവരുടെ കഥയിൽ ഇത് പറയുമ്പോൾ എബ്രഹാമിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് എത്തുന്നത്. അപ്പോ ഈ എബ്രഹാം അത് അവിടെ പുരാതന കാലം മുതലേ ഉള്ള ഒരു സങ്കല്പമാണ്. അതല്ലാതെ അത് തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ളതൊന്നുമല്ല. അപ്പൊ ആ കഥ പേരുകൾ പരിഷ്കരിച്ച് ഓലെ പേരിന്റെ കൂടെ നബി എന്ന് കൂട്ടി, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇതിനകത്തൊന്നും പുതിയതായിട്ടില്ല. പക്ഷെ നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കുന്നത്, ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഇതിന്റെ ഒരു ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു വാലിഡേഷൻ നടത്തുക. അതിൽ ഇസ്ലാമിലെ ദൈവം അമ്പയെ പരാജയമാണ്. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന, മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള, സാധാരണ ഇപ്പൊ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനേക്കാളും അത്ര പോലും ധാർമ്മിക ബോധമില്ലാത്ത ഒരു കൺസെപ്റ്റാണ് ഇസ്ലാമിലെ ദൈവം. അല്ലെ ഇന്നിപ്പോ ഒരാളൊരു നിയമം ഉണ്ടാക്കാൻ സൈക്കോളജി അങ്ങനെ ഒരു വരുന്ന ഒരു ദൈവമാണ് ഇപ്പൊ കാണുന്നത്. അതാ ഞാൻ പറഞ്ഞത്, മുഹമ്മദിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു അല്ല. മുഹമ്മദിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ മനുഷ്യരെ നന്നാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ 1,24,000 പ്രവാചകർ അയച്ചിട്ടും അവിടെ ഇസ്ലാം മതം ഉണ്ടായിരുന്നില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്? മുഹമ്മദിനെ പിന്നെ അതൊക്കെ കഥയാണ്. ഈ 1,00,000 ചില്ലാൻ ആൾക്കാരെ അയച്ചു, 25 ആളെ പേരുള്ളൂ. 25 ആളെ പേര് പറഞ്ഞാൽ ബൈബിൾ കഥയിലെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന 25 കഥാപാത്രങ്ങളെ പേര്, അത്രേ ഉള്ളൂ. അതല്ലാത്ത ബാക്കി അത് അബ്ദുള്ള ഉണ്ട്. അത് അവിടെ ദൈവത്തിന്റെ പേരുകളിൽ പല പേരുകളിൽ ആരാധിക്കപ്പെട്ടിരുന്നത് പോലെയാണ്. അപ്പൊ അബ്ദുള്ളാന്റെ വേറൊരാളുടെ പേര് എങ്ങനെ? അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു അവിടെ, അല്ലാത്തവരും ഉണ്ടായിരുന്നു അവിടെ. അല്ല, അതെങ്ങനെ ഇസ്ലാം മതാവുക? അള്ളാഹുവിന്റെ 3 മക്കളും കൂടി ഉണ്ടായിരുന്നു. അബ്ദുള്ളാന്ന് പേരിട്ട അബ്ദുൽ മുത്തലിബ്, അതിന്റെ മുമ്പ് അബ്ദുള്ള ചെറിയ മകനാണല്ലോ, അതിന്റെ മുമ്പത്തെ മകനിട്ട പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. ഉസ്സയുടെ അടിമ. അത് അള്ളാന്റെ മക്കള്, അള്ളാന്റെ 3 പെൺമക്കള്, ലാത്ത, ഉസ്സ, മനാത്ത. ഈ മനാത്ത് എന്ന് പറയണത് നമ്മളെ നാട്ടിലൊക്കെ മനാഫ് എന്ന് പണ്ട് പേരുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ പേരുള്ള ആൾക്കാരുണ്ട്. പക്ഷെ മനാഫ് എന്നുള്ള പേരിടാൻ പാടില്ല എന്നാണ് ശരിക്ക് പറയാ. അത് പഴയ അറബിക് കൾച്ചറിൽ വന്ന അങ്ങനെ പേരാണ്, അബ്ദു മനാഫ്. ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹ് അത്രയും പ്രവാചകന്മാരെ അയച്ചിട്ടും അന്ന് ഇസ്ലാം മതം അല്ല എന്ന് പറയുന്നത് അവിടെ തന്നെ അള്ളാഹ് ഭയങ്കര പരാജയപ്പെട്ടല്ലോ. ഇസ്ലാം എന്ന് പറയുന്ന മതം മുഹമ്മദ് നബി ഉണ്ടാക്കിയതല്ലാത്ത ഒരു തെളിവും ലോകത്തെ എവിടെയും ഇല്ല. അത് വെറും കഥയാണ്. അപ്പൊ നമ്മൾ പണ്ട് മുതലേ ഇതൊക്കെ, ഇപ്പൊ ബൈബിളൊക്കെ അതിന്റെ ആളാണ്, ദൈവത്തിന്റെ പേര് അവിടെ ഉണ്ടാവൂലേ? അറ്റ്ലീസ്റ്റ് ആ ദൈവത്തിന്റെ പേരെങ്കിലും ഉണ്ടാവൂലേ? ദൈവം എന്ന് പറയുന്നത് നമ്മളിവിടെ ദൈവം എന്ന് പറയുന്ന അല്ല, യാഹുവേന്ന് പേരുണ്ട്. അല്ലല്ല, പേരുണ്ട്. മനസ്സിലൊരു ഇതുണ്ടായ പോരെ? അല്ല, ദൈവം ഗ്രന്ഥം ഇറക്കുമ്പോ ദൈവത്തിന്റെ പേര് വിളിച്ചിട്ടുണ്ടല്ലോ, യഹോവയായ ദൈവം.
അല്ല, ദൈവമായ യഹോവ. യഹോവ എന്നാണ് പേര്, യാഹ്വേ. അതാണ് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ പേര്. അത് ഇസ്ലാം ആണെങ്കിൽ ഖുറാനിലും ആ യാഹ്വേ തന്നെയല്ലേ ഉണ്ടാവുക. അപ്പോ അതൊക്കെ വെറും കഥകളാണ്. ഇവിടുന്ന് ഞാൻ പറഞ്ഞത് ബാക്ക് സ്റ്റോറികൾ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് വെരിഫൈ ചെയ്യാവുന്ന അത്രയും തലമുറകൾ പുറകിലേക്ക് കറക്റ്റ് ആയിട്ട് എഴുതുക. നിങ്ങളപ്പാന്റെ അപ്പ, ഉപ്പാന്റെ അപ്പാന്റെ അപ്പ, വേണമെങ്കിൽ അവിടുന്ന് ഒന്നോ രണ്ടോ തലമുറ കൂടി നമ്മൾ ഡീപ്പായിട്ട് അന്വേഷിച്ചാൽ കിട്ടും. അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥ എഴുതിയിട്ട് ആദം നബിയിലേക്ക് കൊണ്ടുപോവാം. ആർക്കാ ചോദ്യം ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ നമ്മളിപ്പോ ഈ പരിണാമത്തിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ, സയൻസിൽ പരിണാമത്തിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോ നമ്മളൊരു കുരങ്ങ വംശയിൽ നിന്ന് ഇങ്ങനെ മാറി എങ്ങനെ ഡിവൈഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു ഫസ്റ്റ് കുരങ്ങനെ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ഡൗട്ട് വരില്ലേ? കുരങ്ങനും എങ്ങനെ കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്നുള്ളതൊന്നും പരിണാമല്ല. നമ്മള് പല ജീവികൾ അത് കോടിക്കണക്കിന് വർഷം കൊണ്ട് നമ്മൾ കണ്ണിന് മുമ്പിൽ ഇപ്പൊ കോവിഡ് ഒക്കെ പരിണമിച്ച് നിങ്ങൾ കണ്ടതല്ലേ? കൊറോണ വൈറസിന്റെ പരിണാമം നമ്മൾ അതിന്റെ തെളിവ് സഹിതം ആളുകളൊക്കെ കണ്ടതല്ലേ? അപ്പൊ അത് വളരെ ഒരു മൈക്രോ ആയിട്ടുള്ള ഒരു വൈറസിന്റെ പരിണാമം നമുക്ക് വർഷങ്ങൾ കൊണ്ട് കാണാമെങ്കിൽ വലിയ പിന്നെന്താ പറയാ വലിയ പരിണാമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ സ്ഥൂലതലത്തിലുള്ളതൊക്കെ നടക്കണമെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷം കൊണ്ട് നമ്മളൊക്കെ ഇപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പരിണാമം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് മനസ്സിലാവില്ലല്ലോ. നമ്മള് നെയ്യപ്പത്തിന്റെ മാവ് എണ്ണയിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ പരിണാമം. ഇപ്പൊ നമ്മുടെ ഹിമാലയത്തിന്റെ ഉയരം കൂടുന്നുണ്ട് ഇപ്പോഴും എന്നാണ് പറയപ്പെടുന്നത്. അതിപ്പോ നമുക്കിങ്ങനെ കാണാൻ പറ്റില്ലല്ലോ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി പോണത്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ആ ഒരു ഡാറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അതെ. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ ഇപ്പൊ വിശ്വാസപരമായിട്ടുള്ള സങ്കല്പങ്ങൾ, ഇപ്പൊ ദൈവം ഉണ്ടോ ഇല്ലേ, ദൈവവിശ്വാസം, ഞാനൊക്കെ ദൈവം ഉണ്ട് എന്ന് ഉള്ള ബോധ്യമുള്ള സമയത്ത് ഇസ്ലാം വിട്ട ആളാണ് കേട്ടോ. എങ്ങാനും ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങൂല എന്നുള്ള അവസ്ഥയിൽ. അല്ല, അതാ ഞാൻ പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു പ്രോസസ്സാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യൂലല്ലോ. അതായത് നമ്മൾ നല്ല രീതിയിൽ, അത്രേ ഉള്ളൂ, നല്ല രീതിയിൽ ജീവിച്ചോ, നല്ല മനുഷ്യന്മാരോട് നല്ല പോലത്തെ പെരുമാറി സത്യസന്ധമായിട്ട് ജീവിച്ചു മരിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം നമ്മളെടുത്ത് നരകത്തിലിടുവോ എന്ന ചിന്തയാണ് എനിക്ക് ആദ്യം വന്നത്. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം ഇതൊക്കെ കണ്ടാണ് മനസ്സിലാക്കി ദൈവം അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോ മുന്നോട്ട് പോണേ. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ ജസ്റ്റ് യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറെ സംഭവം പോവാനുണ്ട്, നമ്മൾ അൺലേൺ ചെയ്യാൻ പോവാനുണ്ട്, കുറെ പേടികൾ പോവാനുണ്ട്. സമയമെടുക്കും, ക്ഷമ വേണം. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്, സംശയം, കൺഫ്യൂഷൻ വന്നാല് പേടിച്ചിട്ട് ആ കൺഫ്യൂഷൻ അങ്ങനെ മൂടി വെക്കാതിരിക്കുക, അതിനെ അഡ്രസ് ചെയ്യുക, അതിലെ ശരി തെറ്റുകൾ അന്വേഷിക്കുക, അനലൈസ് ചെയ്യുക, അതിനുവേണ്ടി വായിക്കാനും പഠിക്കാനും സമയം കണ്ടെത്തുക. ഒരു പിഷാരടിന്റെ ഒരു വീഡിയോസ് ഉണ്ട്, അയാൾ സിമ്പിൾ ആയിട്ട് എടുക്കുന്ന പോലെ അങ്ങനെ എടുക്കാനാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇടക്കിടക്ക് ഒരു വരും, ഒന്നും പേടിക്കണ്ട. പിഷാരടി പറയുന്നുണ്ടല്ലോ, ഞാൻ ദൈവവിശ്വാസിയല്ല, അയാൾ പറയുന്ന അയാൾ വിശ്വാസിയല്ല, പക്ഷെ അയാള് ഒരാള് പ്രാർത്ഥിക്കാൻ പറഞ്ഞ അയാള് പ്രാർത്ഥിക്കാമെന്ന് പറയും. കാരണം അങ്ങനെ ഞാൻ അവിടെ വിശ്വാസിയല്ല എന്ന് പറയാറില്ല, പ്രാർത്ഥിക്കാന്ന് പറയും. അതുപോലെ ഇതൊന്നും അന്വേഷിച്ച് നടക്കാനുള്ള ഒരു ടൈമും ഇല്ല. കാരണം ഇതൊന്ന് അന്വേഷിക്കൽ നമ്മളുടെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾക്ക് എന്താ പറയാ, ആ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു ത്വര ഉണ്ട് എന്നൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കണതാണ്. അങ്ങനെ ഒരു ത്വരയൊന്നും ഇല്ല, ആൾക്കാർ പറഞ്ഞുണ്ടാക്കണതാണ്. നമ്മള് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിൽ എന്തിനാ ജീവിക്കുന്നത് വെച്ചാൽ മരിക്കാൻ വേണ്ടി. മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ജീവിതം ഉണ്ട്, അവിടെ ജീവിക്കാനാണ്. ഏതാണ് കുറച്ചുകൂടി ബെറ്റർ, മീൻസ് കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ടുള്ളത്? നമുക്കവിടെ ജീവിതം ഉണ്ട്. പണ്ട് മുതലുള്ള ഒരു ഡൗട്ടായിരുന്നു എനിക്ക്. ഞാൻ കുടിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പൊ പിന്നെ സ്വർഗത്തിൽ പോയാല് അപ്പൊ എന്നെ കണ്ട അട്രാക്ട് ചെയ്യിപ്പിക്കാൻ അത് ഒന്നൊരു അട്രാക്ട് വന്നിരുന്നു ആ ടൈമില്. സ്വർഗത്തിൽ പോയ കല്ലുണ്ട് എന്ന് പറയുമ്പോ ഇവിടുന്ന് കണ്ടുപിടിക്കാനുള്ള നല്ലൊരു സംഭവമാണെന്നുള്ളൊരു വന്നിരുന്നു. അത് ഈ സ്ത്രീകളോടുള്ള സമീപനത്തെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളെയും ലൈംഗിക ചുവയോടെ
കാണാൻ ഈ മതചിന്തയുള്ള ആളുകളെ പ്രേരിപ്പിക്കുന്നത് സ്ത്രീകളെ മതം അങ്ങനെയാണ് വരച്ചു വെച്ചിട്ടുള്ളത്. പുസ്തകത്തിൽ ഇപ്പം കഥകളിലായാലും സ്വർഗത്തിലായാലും ഇസ്ലാമിലെ നിയമങ്ങളിലായാലും ഒക്കെ നബിക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ പഠിച്ചിരുന്നു. പക്ഷെ ഈ അടിമ ഭോഗം ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് ഇതിനെ പറ്റി മൊത്തത്തിലൊരു എന്താ പറയാ, നമ്മളൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനൊക്കെ ഉണ്ടോ മതത്തില് എന്നൊക്കെ ഉള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ നമ്മളത് വായിച്ചു പോകുമ്പോ നമ്മൾ കാണും. മൗലവിമാരൊന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും വയല് പറയുമ്പോ ഓതൂലാത്ത ആയത്താണ് 33:50. ജീവിതത്തിൽ ഒരിക്കലും ഓതൂല മൗലവിമാര്. എന്താ വെച്ചാല് അത് ആളുകൾക്ക് മനസ്സിലാവും പെട്ടെന്ന്. അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക. നമ്മളുടെ ബോധ്യങ്ങളിലാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പം കൺഫ്യൂഷൻസ് വരുമ്പോ, ഡൗട്ട് വരുമ്പോ ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യൽ നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാനുള്ള ബാധ്യതയായിട്ട് കാണുക. അതിനെ സത്യസന്ധമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, വിലയിരുത്തുക. നമ്മുടെ ബയാസ് ഒക്കെ ഒഴിവാക്കുക. ബയസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു ചിന്തയിലല്ലല്ലോ ഇപ്പൊ ഉള്ളത്. ഇപ്പൊ നമ്മളുടെ ഒരു ലോജിക്കും ബുദ്ധിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ അനലൈസ് ചെയ്യാം. അപ്പോ പതിയെ കാര്യങ്ങൾ നമുക്ക് തെളിഞ്ഞു വരും. അത് എത്രത്തോളം നമുക്ക് തെളിഞ്ഞു വരുന്നോ അത്രത്തോളം നമ്മളെ പേടിയും കൺഫ്യൂഷനും കുറച്ചു കാലം കണ്ടിരുന്നു. പിന്നെ പറ്റ ഒഴിവാക്കിയാണ്ട് മറ്റ് ഇവരെ ഓപ്പോസിറ്റ് വീഡിയോസ് കാണാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ അതിനൊന്നും കൺവിൻസ്ഡ് ആവുന്നില്ല. പിന്നെ നിങ്ങളെ വീഡിയോസിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ ശരിയാവുന്ന നല്ലതിനാണ്, എല്ലാം നല്ലതിനാണ്. നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കൂ. ഇതിന്റെ ഭാഗമാണ് കേട്ടോ ഈ സ്ട്രെസ്. പിന്നെ ഇത് മൊത്തം കയ്യിൽ നിന്ന് പോകുമ്പോ നീ പറഞ്ഞില്ലേ, നമ്മളിത് എന്തോ ഒരു ഊന്നുവടി നമ്മളെ കയ്യിലുണ്ടായിരുന്നു, നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അതൊരു സാങ്കല്പിക ഊന്നുവടിയായിരുന്നു. അതൊരു സാങ്കല്പിക ഊന്നുവടിയായിരുന്നു. ആ ഊന്നുവടി നമുക്ക് എവിടെയും കുത്തി നിൽക്കാൻ പറ്റില്ല, നമ്മൾ എവിടെയും പിടിച്ചു നിർത്തില്ല. അത് ഒരു തെറ്റായ ഒരു ഇതായിരുന്നു. അത് മാറുമ്പോ എന്റെ ജീവിതത്തിൽ കണ്ണിന്റെ മുമ്പിൽ ഈ പറയുന്ന ഈ എന്താ പറയാ ഈ സാങ്കല്പികമായിട്ടുള്ള കഥയിൽ നിന്ന് പുറത്തു വന്നപ്പോ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് വളരെ പോസിറ്റീവായിട്ട് മാറുകയും ജീവിതത്തെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അതിനേക്കാളും പണ്ടത്തിനേക്കാളും കൂടുതൽ ആക്റ്റീവായി ആത്മവിശ്വാസമുള്ളവരായിട്ട് മുന്നോട്ട് പോകുന്ന എത്രയോ മനുഷ്യരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിലൊന്നും കൺഫ്യൂഷൻ ഒന്നും ഒരു കാര്യമില്ല. നമ്മളെ ബോധ്യങ്ങളിൽ നമ്മളോട് ആത്മവഞ്ചന നടത്താതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ ബോധ്യങ്ങളെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നിയാൽ അത് ഇനിയിപ്പോ ആലോചിച്ച പ്രശ്നമാണ്, വായിച്ച പ്രശ്നമാണെന്ന് ചിന്തിക്കാതിരിക്കുക. അത് കറക്റ്റ് ചെയ്തങ്ങ് പോവാ. കറക്റ്റ് ചെയ്ത് അങ്ങ് പോകുമ്പോ പിന്നെ ഒന്നും പെൻഡിങ് വെക്കാതിരിക്കുക. ചിന്തകളും തോട്ട്സും ചോദ്യങ്ങളൊന്നും പിന്നെ വെക്കാതിരിക്കുക. അപ്പൊ ക്ലിയർ ചെയ്ത് പോയാൽ എന്താ അറിയോ, അതങ്ങ് ശരിയാവും. സമാധാനം ഉണ്ടാവും. പെട്ടെന്ന് അധികം താമസിയാതെ നിങ്ങൾ പൂർണ്ണ സമാധാനത്തിലേക്ക് എത്തും. ഒരു സജഷൻ ആണ്, നിങ്ങൾക്കൊരു വീഡിയോ പിന്നെ ഖുർആനിലും ഹദീസിലും തെറ്റുകളുള്ള വാൾഡ് ആയിട്ടുള്ള പോയിന്റ് വെച്ച് അങ്ങനെ ചെയ്തൂടെ? അതൊക്കെ ചെയ്യാം. സമയങ്ങള് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ മുർത്തത്ത് എന്നൊരു ചാനൽ വരാനുണ്ട്. ആ ചാനലിൽ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. താങ്ക് യു.